നമസ്തേ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാരും CPM-ഉം ഇതുപോലെ ഈ രീതിയിൽ പ്രതിരോധത്തിലായ ഒരു സാഹചര്യം മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. സ്വർണ്ണക്കള്ളക്കടത്തിൽ മന്ത്രി KT ജലീലിനെ എൻഫോഴ്സ്മെന്റ് ഒടുവിൽ ചോദ്യം ചെയ്തു. ലഹരി കേസിൽ പാർട്ടി സെക്രട്ടറിയുടെ മകനെയും ഉടൻ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ഈ നിമിഷം നമുക്കൊന്ന് പുറകോട്ട് പോകാം. ഏകദേശം 12 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2008 ഏപ്രിൽ 11, ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരിയുടെ വിവാഹം. 3 ദിവസത്തെ ആഘോഷവും ആർഭാടവുമായിരുന്നു തലസ്ഥാനത്ത് അന്ന് നടന്നത്. വമ്പൻ വ്യവസായികളും റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരും കല്യാണാഘോഷത്തിലേക്ക് ഒഴുകിയെത്തി. കള്ളക്കടത്ത് ലഹരി മാഫിയ തലവൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ബിനാമികളും ചടങ്ങിനെത്തിയെന്ന് CPM അനുകൂല മാധ്യമങ്ങളും അച്ചുനിരത്തി. അന്നത്തെ മുഖ്യമന്ത്രി ഭൂമാഫിയെ തലവനെന്ന് വിശേഷിപ്പിച്ച സേവി മനോ മാത്യു ആയിരുന്നു കല്യാണമേളത്തിൻ്റെ മുഖ്യ സ്പോൺസർ. പേരും നാളും പുറത്തുവിടാത്ത മറ്റൊരു വമ്പനും ചെലവിൽ പങ്കാളിയായി. ആഡംബരവും ധൂർത്തും വിവാദമായപ്പോൾ, പാർട്ടിയെ പിടിച്ചുലച്ചപ്പോൾ, തെറ്റുതിരുത്തൽ രേഖയുണ്ടാക്കാൻ പാർട്ടി തന്നെ ചുമതലപ്പെടുത്തിയ കോടിയേരിയുടെ മകൻ്റെ ആഡംബര വിവാഹം പിന്നെയും വാർത്തകളിൽ ഇടം പിടിച്ചു. വാർക്കപ്പണിയെടുത്ത് ജീവിച്ച ചടയൻ ഗോവിന്ദൻ്റെ മകനെക്കുറിച്ചും, ചെരുപ്പ് പോലും ഇടാതെ പച്ചമണ്ണിലൂടെ നടന്ന ശശീന്ദ്രനെയും ഉയർത്തിക്കാട്ടി ഊറ്റം കൊള്ളുന്ന സഖാക്കളോടാണ് ഇനി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. തട്ടിപ്പും തോന്നിവാസവും കൈമുതലാക്കി വെട്ടിലാകുമ്പോൾ മാത്രം പാർട്ടിയെ കൂട്ടുപിടിക്കുന്ന കോടിയേരിയുടെ മക്കളെ നിങ്ങൾ ഇനി എത്ര കാലം ന്യായീകരിക്കും? ജലീലടക്കമുള്ള മത തീവ്രവാദം പിന്തുടർന്നവരെ പിന്തുണച്ചും അഴിമതി ആരോപണം നേരിട്ട കമ്മ്യൂണിസ്റ്റുകാരനായ EP ജയരാജനെ കൈവിട്ടും നേതൃത്വം കാണിക്കുന്ന നീതികേടിനെ നിങ്ങൾ ഇനിയും ന്യായീകരിക്കും? ജനൻ ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. സിമിയിൽ നിന്ന് കള്ളക്കടത്തിലേക്കോ, സഖാവിൽ നിന്ന് ലഹരിക്കടത്തിലേക്കോ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ KM ഷാജഹാൻ, BJP സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് G വാര്യർ, കോൺഗ്രസ് നേതാവ് ശ്രീ PM നിയാസ്, ഒപ്പം ഇടതു നിരീക്ഷകൻ ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവരാണ് ഈ ചർച്ചയിൽ ഇന്നിപ്പോൾ എന്നോടൊപ്പം ചേരുന്നത്. എല്ലാ അതിഥികൾക്കും ഈ ചർച്ചയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹസ്കർ, ഇനി ഏത് രീതിയിലാണ് ന്യായീകരണവുമായി CPM-ന് പൊതുസമൂഹത്തിന് മുമ്പിൽ വരാൻ സാധിക്കുക? ഒരു മന്ത്രിയാണ് സാമ്പത്തിക കുറ്റാന്വേഷണം, കള്ളപ്പണം ഒക്കെ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസി ഇന്ന് പിടിച്ച് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഹസ്കർ, ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ. ED അന്വേഷിക്കുന്ന വിവരശേഖരണത്തിൻ്റെ ഭാഗമായി ഏതൊരു പൗരനെയും ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും EDക്കുണ്ട്. അത്തരത്തിൽ ED ശ്രീ KT ജലീലിനെ ഇന്ന് ചോദ്യം ചെയ്തതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല. ഫെമ ലംഘനത്തിൻ്റെയോ മണി ലോണ്ടറിങ്ങിൻ്റെയോ ലിമിറ്റഡ് ജൂറിസ്ഡിക്ഷനിൽ നിന്നുകൊണ്ടാണ് EDക്ക് ഈ അധികാരപരിധിയുള്ളത്. ആ അധികാരപരിധിയിൽ നിന്നുകൊണ്ട് ED ഈ വിഷയത്തെ സംബന്ധിച്ച് വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED ജലീലിനെ ചോദ്യം ചെയ്തത്. അതിൽ അസ്വാഭാവികതമായി പ്രത്യേകിച്ച് യാതൊന്നുമില്ല. ഇതിലാദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഫെറയിൽ റൂൾ 6 പ്രകാരം 25,000 രൂപയിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ വാങ്ങുന്നതിന് കേന്ദ്രാനുമതി വേണം. ഞാനത് തുറന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ പറയുന്നത്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഈ ജലീലിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളായിട്ടുള്ളത്, ഖുറാൻ വന്നത്, നയതന്ത്ര ബാഗേജിൽ വന്ന ഖുറാനുകൾ UAE കോൺസുലേറ്റിൽ നിന്ന് വാങ്ങി വിതരണം ചെയ്തതാണ് ഒരു വിഷയം. 2, റംസാൻ കിറ്റ് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിൻ്റെ ലംഘനമുണ്ടായിട്ടുണ്ടോ, അത്തരത്തിലുള്ള ഒരു വിഷയം കൂടിയാണ് ചോദ്യം ചെയ്യലിന് വിധേയമാക്കാനുള്ള കാരണം. ഇതിലാദ്യമായി എനിക്ക് അഭിപ്രായം പറയാനുള്ളത്, ഇതൊരു ബിലൗഡ് ആക്റ്റാണ്. പ്രവാചക കാലം മുതൽ ഇസ്ലാം അനുവർത്തിച്ചു വരുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാരുണ്യ പ്രവർത്തനമാണ് സദക്കയും സക്കാത്തും, ദാനധർമ്മങ്ങൾ. അത്തരത്തിൽ ദാനധർമ്മങ്ങളുടെ ഭാഗമായി സദക്കയും സക്കാത്തും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റംസാൻ കിറ്റ് വിതരണം ചെയ്തത്. ഇതൊരു കസ്റ്റമറി ആക്റ്റാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള, UAE കോൺസുലേറ്റിൽ നിന്ന് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള പ്രവൃത്തിയല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നരായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട് എന്ന് നമുക്ക് കരുതാൻ കഴിയുന്ന GCC രാജ്യങ്ങൾ, ആ GCC രാജ്യങ്ങളിൽ പെട്ടിട്ടുള്ള
പണക്കാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ മുതലിൻ്റെ 2.5% സക്കാത്തും സദക്കയും കൊടുക്കുമ്പോൾ ആ സദക്കയുടെ ഭാഗമായി കേരളത്തിലെ സാധുക്കളായിട്ടുള്ള നിർധനരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് കഴിഞ്ഞ ദീർഘകാലമായി UAE കോൺസുലേറ്റ് കേരളത്തിൽ വന്ന കാലം മുതൽ കേരളത്തിൽ മാത്രമല്ല മറ്റിതര സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വിതരണങ്ങൾ ചെയ്യുന്നുണ്ട്. അതാത് കോൺസുലേറ്റുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗവൺമെൻറ്റുകളിൽ നിന്നാണ്, സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്നാണ് അത്തരം വിതരണത്തിൻ്റെ സഹായം, അതിൽ മുസ്ലിം സാമുദായിക സംഘടനകളുടെ സഹായം ഒക്കെ അക്കാര്യത്തിൽ ഇതൊക്കെ എന്ന് തൊട്ടാണ് CPM-ന് ബോധോദയം ഉദിച്ചത്? ഈ മതവിശ്വാസവും ഖുർആന് ഇറക്കുമതിയും ഒക്കെ ഇത്രയധികം പ്രിയം തോന്നിയത് എന്നു മുതലാണ്? സ്വാമിമാരുടെ അടിവസ്ത്രം വരെ ചികഞ്ഞു പോയി പരാമർശം നടത്തിയ മന്ത്രിമാരുള്ള ക്യാബിനറ്റിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നത്. ഈ വിവാദം വരുമ്പോൾ എന്തിനാണ് മതത്തെ കൂട്ടിപ്പിടിക്കുന്നത്? അതല്ലേ ചോദ്യം. മതവിശ്വാസം, മതകാര്യങ്ങളൊക്കെ വിവാദം അതിൻ്റെ പൂർണ്ണ ഉച്ചത്തിലെത്തിയപ്പോഴാണ് തുടങ്ങിയത്. ഈ കെട്ടി ജലീൽ ഒരു വേളയിൽ പറഞ്ഞത് മതവിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് അദ്ദേഹം വികാരാധീനനായി. CPM-ന്റെ മന്ത്രിസഭയാണ്. നോക്കൂ, CPI-ന്റെ മന്ത്രിസഭയായിരുന്നാലും KT ജലീലിന് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. KT ജലീലിൻ്റെ സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നാക്രമണം നടത്തുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. ഒരു മതം അല്ലെങ്കിൽ വിശ്വാസം അത് എന്തുകൊണ്ട് അത് കടകംപള്ളി സുരേന്ദ്രന് വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാണ്ടായി? അതിൽ CPM എന്തുകൊണ്ട് മറ്റ് നേതാക്കൾക്ക് ഈ രീതിയിലുള്ള വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതായി പോയി? കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂർ പോയപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റ് വെള്ളിയും ശനിയും 2 ദിവസം ചർച്ച നടത്തി. എന്തുകൊണ്ടാണ് ഇതിലൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ? അത് സംബന്ധിച്ചാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. വിശ്വാസത്തിലും ഡിസ്ക്രിമിനേഷൻ ആണോ CPM-ന്? അല്ല, അത്തരത്തിൽ ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവരവരുടെ വിശ്വാസം അവരവർക്ക് ഉയർത്തിപ്പിടിക്കാനും അത് സ്വകാര്യ. പിന്നെ എന്തിനാണ് കടകംപള്ളി സുരേന്ദ്രന് ഈ രീതിയിലുള്ള ഒരു താക്കീത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയത്? സെപ്റ്റംബർ 13 2018 അന്ന് വെള്ളിയും ശനിയും 2 സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ കൂടി കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂർ പോയി ഒന്ന് തൊഴുതു, കൈ ഒന്ന് ഇങ്ങനെ പിടിച്ചു. അദ്ദേഹം പേടിച്ചാണെന്ന് തോന്നുന്നു. പിന്നീട് ആറ്റുകാലിലെത്തിയപ്പോൾ അദ്ദേഹം തൊഴാൻ കൈ ഉയർത്തിയെങ്കിലും തൊഴാൻ പറ്റിയില്ല. ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്തുകൊണ്ട് കടകംപള്ളിക്കില്ല? അപ്പോൾ ജലീലിനെ ഈ രീതിയിൽ എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കുന്നത്? മറ്റൊന്ന്, EP ജയരാജനും ജലീലിനും ഈ സ്വർണ്ണക്കടത്തും ലഹരിക്കടത്തും അവിടെ നിൽക്കട്ടെ, ഇതിനു മുമ്പ് സമാനമായ ആരോപണങ്ങൾ, സ്വജനപക്ഷപാതം, ഈ പരീക്ഷാ വിവാദം, രണ്ടുപേരും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ നേരിട്ടു. EP ജയരാജനെ നിഷ്കരണം നിങ്ങൾ പുറത്താക്കി, ജലീലിനെ എന്തുകൊണ്ട് പിന്തുണച്ചു? മുഖ്യമന്ത്രി ഈ നിമിഷം വരെ ജലീലിനെ പിന്തുണയ്ക്കുകയാണ്. ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇനിയെങ്കിലും മുഖ്യമന്ത്രി മൗനം തുടരുമോ, അല്ലെങ്കിൽ ഇനി ഏത് നിലപാടെടുക്കും? അതല്ല, നിങ്ങൾ കരുതുന്നത് പോലെ ഒരു വിഷയത്തെ സംബന്ധിച്ച് ED ചോദ്യം ചെയ്യുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് എടുത്തുചാടി ഒരു തീരുമാനമെടുക്കുന്ന പ്രസ്ഥാനങ്ങളല്ല ഇടതുപക്ഷവും വിശിഷ്യ CPM-ഉം. അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു നിലപാടെടുക്കാൻ കഴിയുള്ളൂ. അത്തരം നിലപാടുകൾ വരും ദിവസങ്ങളിൽ പാർട്ടി എടുക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത്. അത്തരത്തിൽ നിലപാട് ഈ ന്യായീകരണത്തിൽ BJP തൃപ്തരാണ്? സന്ദീപ് വാര്യർ, ഞാൻ തൃപ്തനാണോ എന്നുള്ളതല്ല, കേരളത്തിലെ പൊതുസമൂഹം തൃപ്തരാണോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം. KT ജലീൽ സംസ്ഥാനത്ത് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ള മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ്. അദ്ദേഹം പിണറായി വിജയന്റെ സംരക്ഷണയിൽ കഴിയുന്ന CPM-ന്റെ സഹയാത്രികനായിട്ടുള്ള ഒരു മന്ത്രിയാണ്. സമാനമായിട്ടുള്ള നിരവധി സാഹചര്യങ്ങളിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ അതിശക്തരായിട്ടുള്ള മന്ത്രിമാർ ഉൾപ്പെട്ടപ്പോൾ അവരോട് കാണിച്ചിട്ടുള്ള സമീപനമല്ല ഇവിടെ KT ജലീലിനോട് പിണറായി വിജയൻ കാണിക്കുന്നത് എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യമാണ്. ശ്യാം തന്നെ കുറെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു. നേരത്തെ EP ജയരാജന്റെ ഉദാഹരണമാണെങ്കിലും കടകംപള്ളിയുടെ ഉദാഹരണമാണെങ്കിലും അങ്ങനെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇവിടെ KT ജലീലിനെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്നുള്ളത് വളരെ പരസ്യമായിട്ടുള്ള കാര്യമാണല്ലോ. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ KT ജലീലിനെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ KT ജലീൽ പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. പിണറായി വിജയൻ എന്തിന് KT ജലീലിനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. തീർച്ചയായിട്ടും KT ജലീലിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. സിമി എന്ന് പറയുന്ന മത തീവ്രവാദ സംഘടനയിൽ നിന്ന് രാജ്യം നിരോധിച്ച ഒരു സംഘടനയുടെ ഭാഗമായിട്ട് പൊതുപ്രവർത്തനം ആരംഭിച്ച വ്യക്തിയാണ് KT ജലീൽ. അതിനുശേഷം അദ്ദേഹം മുസ്ലിം ലീഗിലെത്തുകയും അതുവഴിക്ക് അവസാനം CPM-ലെത്തി ഇപ്പോൾ മന്ത്രിയാവുകയും ചെയ്തിരിക്കുന്നു. CPM-ന്റെ സംസ്ഥാന നേതൃത്വം നടത്തുന്ന ഒരു പാർട്ടി ജാഥയുടെ അംഗമായി KT ജലീലിനെ ഉൾക്കൊള്ളിക്കുകയും അദ്ദേഹം
ബഹിഷ്കരിക്കുന്ന ചിത്രങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ CPM പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. CPMന്റെ ഒരു പുരോഗമന മുസ്ലിം മുഖമായിട്ടാണ് KT ജലീലിനെ അവർ അവതരിപ്പിച്ചിരുന്നെങ്കിലും വാസ്തവത്തിൽ CPMഉം സംസ്ഥാനത്തെ മത തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളും തമ്മിലുള്ള ഒരു പാലമായി വർത്തിക്കുകയായിരുന്നു KT ജലീൽ. അവർ തമ്മിലുള്ള ഒരു വോട്ട് കച്ചവടത്തിന്റെ പാലമായിട്ട് ഇത്രയും കാലം വർത്തിച്ചിരുന്നത് KT ജലീലാണ് എന്നുള്ള കാര്യം ഒരു സംശയവും വേണ്ട. പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള മത തീവ്രവാദ സംഘടനകൾ, അവരുമായി SDPI പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അവരുമായും ഒക്കെ CPMനെ ബന്ധപ്പെടുത്തിയിരുന്ന ഒരു കണ്ണി എന്ന് പറയുന്നത് KT ജലീൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ KT ജലീൽ നഷ്ടപ്പെടുന്നത് CPMന് ഈ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഒരു ഘട്ടത്തിൽ KT ജലീലിനെ തള്ളിപ്പറയാൻ CPMനോ പിണറായി വിജയനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തീവ്രവാദ കുറ്റം ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ ചാർത്തപ്പെട്ട ഒരു കേസിൽ ഒരു സംസ്ഥാനത്തെ മന്ത്രി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. മറ്റേത് കേസിലാണെങ്കിലും, ഒരുപക്ഷെ അഴിമതി കേസോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കേസായിരുന്നെങ്കിൽ പോലും ന്യായീകരിച്ച് നിൽക്കാൻ പഴയ ഉദാഹരണങ്ങൾ CPMന് തപ്പിയെടുക്കാമായിരുന്നു. പണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് നേരെ ഇതുപോലെ ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടുണ്ടല്ലോ, സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ ന്യായീകരണങ്ങൾ ചമയ്ക്കാൻ മറ്റെവിടെ നിന്നെങ്കിലും ചില ഉദാഹരണങ്ങളൊക്കെ CPMന് ലഭിക്കുമായിരുന്നു. പക്ഷേ തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്ന ഒരു കേസിൽ ഒരു സംസ്ഥാന മന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് സമാനതകളില്ലാത്ത ഒരു കേസാണ്. ഇത്തരം ഒരു കേസിൽ നോക്കൂ, ഇന്ന് KT ജലീലിനെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഇന്നലെ ED നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. എന്തേ അദ്ദേഹം അക്കാര്യം പുറത്തു പറയാതിരുന്നത്? എന്തേ അദ്ദേഹം അക്കാര്യം എന്നെ നാളെ ചോദ്യം ചെയ്യുന്നുണ്ട്, ഞാൻ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്ന കാര്യം പൊതുജനങ്ങളോട് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചോദ്യം ചെയ്യലിന് പോകാതിരുന്നത്? അപ്പോ KT ജലീലിന് എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട്. KT ജലീലിന് ക്യാമറ കണ്ണുകളെ ഭയമാണ്. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യരുത് എന്ന് KT ജലീലും CPMഉം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തലയിൽ മുണ്ടിട്ട് വാസ്തവത്തിൽ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു കടന്നാണ്, മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചു കടന്നാണ് ഇന്ന് KT ജലീൽ ഈ ചോദ്യം ചെയ്യലിന് ഹാജരായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ പോലും ജനം TV ഈ കാര്യം ബ്രേക്ക് ചെയ്തു. KT ജലീലിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് ബ്രേക്ക് ചെയ്തു. അവസാനം KT ജലീലിനെ ചോദ്യം ചെയ്ത കാര്യവും ജനം TV ബ്രേക്ക് ചെയ്തു. അതിൽ തീർച്ചയായും ജനം TVക്ക് അതിൽ അഭിമാനിക്കാം. മറ്റൊരു മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാതിരുന്നപ്പോൾ പോലും KT ജലീലിനുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തത് ജനം TV തന്നെയാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ചിലരുടെയൊക്കെ കണ്ണിലെ കരടായി ഞങ്ങൾ മാറുന്നത്. സ്വാഭാവികമായിട്ടും ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ, അത് CPMനോടാണ് ചോദ്യം. അനിൽ നമ്പ്യാരെ ഒന്ന് മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയപ്പോൾ പ്രധാനമന്ത്രിക്ക് വരെ പങ്കുണ്ടെന്ന് പറഞ്ഞ് നാട്ടിലുള്ള മുഴുവൻ ജനം TV ഓഫീസുകളിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തി. ഇന്നിപ്പോൾ ഇതാ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ ഇന്നലെ ചോദ്യം ചെയ്തു. സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ ഇന്ന് ചോദ്യം ചെയ്തു. ഇനിയും ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചനകൾ വരുന്നത്. ഒരു മാർച്ച് നടത്താൻ ചങ്കൂറ്റമുണ്ടോ DYFI നേതാക്കളെ, സഖാക്കളെ എന്നൊരു ചോദ്യം ജനം TVക്കാണ് ചോദിക്കാനുള്ളത്. പൊതുസമൂഹത്തിന് സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ആ ചോദ്യം ചോദിക്കുകയാണ്. വീണ്ടും KM ഷാജഹാനിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ഒരു ചെറിയ സാങ്കേതിക തകരാറുണ്ട്, അദ്ദേഹത്തിലേക്ക് പെട്ടെന്ന് പോകാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് PM നിയാസ, ഈ വിഷയത്തിൽ ഹസ്കറിന്റെ ഒപ്പം തന്നെ CPMന്റെ ന്യായീകരണം, KT ജലീലിനെ വെറുതെ ഒന്ന് മൊഴിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വിളിച്ചതാണ്, അതിൽ കോൺഗ്രസ് തൃപ്തരാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ തൃപ്തിയല്ല പ്രശ്നം. കേരളത്തിൻ്റെ ചരിത്രത്തിലല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ നേരത്തെ ശ്രീ വാര്യർ പറഞ്ഞു, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത്, ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒക്കെ വഴിതിരിഞ്ഞു വരുന്ന ഒരു സ്വർണ്ണക്കള്ളക്കടത്ത്, നയതന്ത്രവുമായി ബന്ധപ്പെട്ട ഒരു കടത്ത്, ആ കടത്തിൽ ഒരു മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത്, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയെ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമായാണ് അക്സർ പറയുന്നത്. എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു MLA ഖമറുദ്ദീന് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറേ ആളോട് പണം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് സംബന്ധിച്ച് ഈ സംഭവത്തിന് 24 മണിക്കൂർ മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. അത് ജനം TVയിലും വന്നതാണ്. അന്ന് അതിൽ കൃത്യമായി സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് വളരെ കൃത്യമായാണ് അവർ പറഞ്ഞതെന്താ, ഖമറുദ്ദീൻ നടത്തിയ ബിസിനസ്സിൽ പാണക്കാട് തങ്ങൾക്ക് പങ്കുണ്ട്, മുസ്ലിം ലീഗിന് കൈയൊഴിയാൻ കഴിയില്ല, അതുകൊണ്ട് മുസ്ലിം ലീഗ് ഇതിന് മറുപടി പറയണം എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിച്ച് എടുത്ത ഒരു മന്ത്രി, ആ മന്ത്രി ഇതുപോലെ ഒരു കുറ്റത്തിൽ അകപ്പെടുന്നു, ഒരു കുറ്റവും ഇല്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞു. ED അതിൽ കുറ്റം കണ്ടെത്തി അത് ചോദ്യം ചെയ്തു.
ചോദ്യം ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അസ്കർ പറയുന്നത് ഒരു സാധാരണ കാര്യമാണ്. അങ്ങനെ സാധാരണ കാര്യമാണെങ്കിൽ കേരള സർക്കാർ അദ്ദേഹത്തിന് നൽകിയ കേരള സംസ്ഥാന സർക്കാരിൻ്റെ കാറ്, ഔദ്യോഗിക കാറ് അരൂരിലെ ഒരു വ്യവസായിൻ്റെ വീട്ടിൽ കയറ്റി വെച്ച് ആ വ്യവസായിയുടെ കാറിൽ ഒളിച്ച് തലയിൽ മുണ്ടിട്ട് ആരും കാണാതെ പോകേണ്ട കാര്യമുണ്ടായിരുന്നോ? ഒരു സാധാരണ കാര്യമല്ലേ? ഒരു സാധാരണമായി ചോദ്യം ചെയ്യുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ലേ? എന്തിന് നിങ്ങൾ ഒളിക്കണം? പട്ടാപ്പകല് ഇരുട്ടുണ്ട് എന്ന് ബോധ്യമുള്ളത് കള്ളന്മാർക്കാണ്. അങ്ങനെ കള്ളത്തരം മുഖത്തുള്ളത് കൊണ്ടാണ് ഒളിച്ച് കടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഒളിച്ച് കടത്തിയത് തന്നെയാണ് ഖുർആന്റെ പേരിൽ. ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ്, അസ്കറും അങ്ങനെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആ മുസ്ലിം മതവിശ്വാസിയെ ഞങ്ങൾക്ക് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആനാണ്. അതൊന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഖുർആനല്ല. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പ്രിന്റ് ചെയ്യുന്നതും അതിൻ്റെ പ്രസാദനം നടത്തുന്നതും തിരൂരങ്ങാടി ബേസ് ചെയ്തിട്ടാണ്. കേരളത്തിലേക്ക് മുഴുവൻ പോകുന്നത് തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടാണ്. ആ ബേസ് ചെയ്ത ഖുർആനാണ് ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്നത്. ഏറ്റവും നല്ല രീതിയിൽ മലയാളികൾക്ക് ഏറ്റവും എളുപ്പം വായിക്കാൻ കഴിയുന്ന, ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് തിരുവനന്തപുരം ബേസ് ചെയ്തുകൊണ്ടുള്ള ഖുർആനാണ്. ഈ മന്ത്രിയുടെ വീട്ടിന് തൊട്ടടുത്താണ്. എന്തിനാ അവിടെ നിന്ന് വാങ്ങാതെ ഖുർആൻ മുന്നോട്ട് പോയി? അദ്ദേഹം പത്രസമ്മേളനം നടത്തി നേരത്തെ പറഞ്ഞു, ഞാൻ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്തത്. എന്താ സക്കാത്ത്? കിറ്റാണ്. അന്ന് അദ്ദേഹം പറഞ്ഞില്ല കിറ്റിൻ്റെ കൂടെ ഞാൻ ഖുർആനും കൊടുത്തിരുന്നു എന്ന്. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല? എന്തുകൊണ്ട് അദ്ദേഹം മൂടി വെച്ചു? ഇപ്പം അദ്ദേഹം പറഞ്ഞത് ഖുർആൻ കൊണ്ടുവന്നു. ഖുർആൻ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് കൊടുക്കാമായിരുന്നില്ലേ? അവിടെ മുസ്ലിം സമുദായമില്ലേ? കൊല്ലത്തില്ലേ? ആലപ്പുഴയില്ലേ? എറണാകുളത്തില്ലേ? തൃശ്ശൂരില്ലേ? എന്തിന് അദ്ദേഹം മലപ്പുറത്ത് കൊണ്ടുവന്നു? മലപ്പുറത്ത് നിന്നും അദ്ദേഹം എന്തിന് ബാംഗ്ലൂരിലേക്ക് അതിൽ കൊടുത്തയച്ചു? അദ്ദേഹം പറയുന്ന കണക്കും തൂക്കവും വെച്ച് നോക്കുമ്പോൾ അവിടെ വ്യത്യാസം വരുന്നു. അപ്പം എന്താണ് കൊണ്ടുവന്നത്? എന്തിനാണ് കൊണ്ടുവന്നത്? പിന്നെ ഇവിടെ കുറ്റസമ്മതം നടത്തിയല്ലോ അസ്കർ. 25,000 രൂപയുടെ മേലെ ഫെറ നിയമപ്രകാരം അത് വിദേശ രാജ്യങ്ങൾ വാങ്ങാൻ പാടില്ല എന്ന് അറിയുന്ന ഒരാളല്ലേ കേരളത്തിലെ ഒരു മന്ത്രി? ആ മന്ത്രി അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ആ മന്ത്രി അതിനെതിരായി ഈ ലക്ഷങ്ങൾ 5 ലക്ഷം വാങ്ങി? ഏതടിസ്ഥാനത്തിൽ വാങ്ങി? പറയണം. അങ്ങനെ വാങ്ങാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടോ? ഈ പുസ്തക സമ്മാനമാണെങ്കിലും ഒരു 1000 രൂപയുടെ മുകളിലുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും വാങ്ങണമെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്ട് പ്രകാരം അത് പ്രോട്ടോകോൾ ഓഫീസർ അറിയിക്കണം. അത് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം വേണം. വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള അനുമതി കിട്ടിയെങ്കിലേ പറ്റുകയുള്ളൂ. ഇതൊന്നും ചെയ്യാതെ അതിന് മുഖ്യമന്ത്രി പറഞ്ഞ വാദമാണ് ഏറ്റവും രസകരം. അനുമതിയൊക്കെ അങ്ങ് തന്നുകൊള്ളും, ഇത് അവരെ ഒന്ന് അറിയിച്ചാൽ മതി, ഇത് അതിന് മുമ്പ് തന്നെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നത്. കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന ഒരു ചിന്താഗതിയിലാണോ പലപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി എന്ന് തോന്നിപ്പോകും. പെട്ടെന്ന് തിരിച്ചെത്താം, ഷാജഹാനിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ ഇന്നലെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാമത്തെ മകൻ ബിനീഷ് കോടിയേരി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരായി. ഇന്ന് സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഭരിക്കുന്ന മന്ത്രി കെ ടി ജലീലും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മറ്റ് നയതന്ത്ര ബാഗേജ് കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആരോപണങ്ങൾക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കി. ഇനി ആരൊക്കെ? ശ്രീ കെ എം ഷാജഹാൻ, കെ ടി ജലീൽ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലെങ്കിലും രാജിവെച്ച് ഒഴിഞ്ഞു നിൽക്കേണ്ടതല്ലേ? അല്ല ശ്യാംബാബു, നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്ന സംഭവങ്ങളെ നമ്മൾ ധാർമ്മികതയുടെ പശ്ചാത്തലത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ അധികാരത്തിലിരിക്കുന്നത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. നാഴികയ്ക്ക് 40 വട്ടം രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ധാർമ്മികതയും എല്ലാം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ മന്ത്രിസഭയുടെ അവസാന നാളുകളിൽ, കൃത്യമായി പറഞ്ഞാൽ എനിക്കൊന്ന് ജൂൺ 30 മുതലുള്ള കഴിഞ്ഞ 2-3 മാസക്കാലത്തെ സംഭവവികാസങ്ങൾ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ്റെ സന്തത സഹചാരിയും അദ്ദേഹത്തിൻ്റെ ഒരു നിഴലായി നടന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ബ്ലൂ ഐഡ് ബോയ് എന്ന് വരെ നമ്മൾ പറഞ്ഞിരുന്ന M ശിവശങ്കരൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സ്വർണ്ണക്കള്ളക്കടത്തും ദേശവിരുദ്ധ സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള NIA, സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ച് അന്വേഷിക്കുന്ന കസ്റ്റംസ്, അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്ര മണിക്കൂറാണ് ചോദ്യം ചെയ്തത്? എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഒരു 45 മണിക്കൂറൊക്കെ ചോദ്യം ചെയ്തു എന്നാണ് എനിക്കതിനെക്കുറിച്ച് ഓർമ്മയില്ല. അദ്ദേഹത്തിൻ്റെ IT വകുപ്പിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു വനിത, ആ വനിത കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 200 കിലോ സ്വർണം ഇറക്കുമതി ചെയ്തു എന്ന്
അനധികൃതമായി ഇറക്കുമതി ചെയ്തുവെന്ന് ഈ അന്വേഷണ ഏജൻസികൾ പറയുകയാണ്. മുഖ്യമന്ത്രിയുടെ IT വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു ഫെലോ ആയിട്ടുള്ള അരുൺ ബാലചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെയും കഥകൾ നമ്മൾ കേട്ടു, അദ്ദേഹത്തിനെയും മാറ്റി. അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ, പാർട്ടിയുടെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറുടെയോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി മെമ്പറുടെയോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയുടെയോ അല്ലെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ, പാർട്ടിയുടെ അവസാന വാക്ക്, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ പൊന്നോമന പുത്രൻ ബിനീഷ് കൊടിയേരി ബാലകൃഷ്ണൻ, മൊട്ടമ്മലിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആ ചെറുപ്പക്കാരൻ മയക്കുമരുന്ന് മാഫിയ തലവന്റെ ബിസിനസ് പങ്കാളിയാണെന്ന് വരുന്നു. പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ മകനെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് 12 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് പറയുന്നു ഇനിയും വിളിക്കാൻ പോകുന്നു. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഉള്ള അന്വേഷണം, NIA-യുടെ അന്വേഷണം, പിന്നെ കസ്റ്റംസിന്റെ അന്വേഷണം, ED-യുടെ അന്വേഷണം, പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെ പിന്നെ നാർക്കോട്ടിക് ബ്യൂറോയുടെ അന്വേഷണം. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനവും കേരളവുമാണ്. ആ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്ന ഒരു മന്ത്രി, ആ മന്ത്രി തലയിൽ തുണിയിട്ട് പതുങ്ങി തൻ്റെ ഔദ്യോഗിക വാഹനം കൊണ്ടുപോയി ഒരു ശതകോടീശ്വരൻ്റെ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ശതകോടീശ്വരൻ്റെ വീട്ടിലിട്ടിട്ട് അവിടുന്ന് തലയിൽ തുണിയിട്ട് വേറൊരു സ്വകാര്യ കാറിലേക്ക് ചാടിക്കയറി, ഒരു മാധ്യമങ്ങളും കാണാതെ ചാടിക്കയറി, ആരും അറിയാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ ചെന്ന് മൂക്ക് മുട്ടയിൽ മുട്ടിച്ച് നിൽക്കുകയാണ് ഈ മന്ത്രി. 1 മണിക്കൂർ 2 മണിക്കൂറല്ല, രാവിലെ മുതൽ ഉച്ചവരെ. ഹലോ കേൾക്കാം ഷാജഹാൻ, ഹലോ കേൾക്കാം ശ്രീ ഷാജഹാൻ, കേൾക്കാം, തുടർന്നോളൂ. രാവിലെ മുതൽ ഉച്ചവരെ ഈ മന്ത്രി മൂക്കേൽ മുട്ടുമുട്ടിച്ച് അവിടെ നിൽക്കുകയാണ്. അവിടുന്ന് ജനങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഓടി രക്ഷപ്പെടുകയാണ് ഈ മന്ത്രി. അങ്ങനെ നാണം കെട്ട് തുണിയുരിഞ്ഞു നിൽക്കുന്ന ഒരു മന്ത്രിസഭയെ കുറിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ അക്സർ, അദ്ദേഹം കഴിഞ്ഞ ദിവസവും വന്നിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല, ഇപ്പോഴും കാണാൻ കഴിയുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, അദ്ദേഹം ഉളുപ്പില്ലാതെ വന്ന് പറയുന്നു ഒരു മന്ത്രി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ പോയാൽ ഒരു കുഴപ്പമില്ലാന്ന്. അദ്ദേഹം അത് പറയുന്നതിൽ അത്ഭുതമില്ല. കാരണം LDF കൺവീനർ ആയിട്ടുള്ള വിജയരാഘവൻ വന്ന് പറഞ്ഞു അവർക്കത്രയേ ഉള്ളൂ, അവർക്കത്രയും ധാർമ്മികതയേ ഉള്ളൂ, അവർക്കത്രയും ഉളുപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ സാധാരണ ജനങ്ങളുണ്ട്, CPM-ന് അധികാരത്തിൽ കയറാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന CPM-ന്റെ താഴെത്തട്ടിലുള്ള പാവപ്പെട്ട പ്രവർത്തകരുണ്ട്, അണികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാളെ രാവിലെ വീട്ടിന് പുറത്തേക്ക് എങ്ങനെ ഇറങ്ങും എന്നോർത്ത് വിങ്ങി നിൽക്കുകയാണവർ. കാരണം അവരുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു മന്ത്രി, ആ മന്ത്രി അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കുന്ന ഒരു ഏജൻസിയുടെ മുന്നിൽ പോയി സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ചെറിയ വിഷയമല്ല, സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സംസ്ഥാന മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, അതും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ, ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ആ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രി പോയി നിന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ 957 ശേഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രി, ക്യാബിനറ്റ് മന്ത്രി പോയി ഒരു അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ മൂക്കേൽ മുട്ടുമുട്ടിച്ച് തലയിൽ തുണിയുമിട്ട് ഒരു കള്ളനെ പോലെ നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ലക്ഷം വരുന്ന സാധാരണ പാർട്ടി അണികളുടെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി എന്തുകൊണ്ട് രാജി ചോദിക്കുന്നില്ല? ഇത്രയധികം നാണക്കേടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടും KT ജലീലിനോട് രാജി ആവശ്യപ്പെടുന്നില്ല മുഖ്യമന്ത്രി. P ജയരാജന്റെ കാര്യത്തിൽ ഇതായിരുന്നില്ല സ്ഥിതി. അന്നൊക്കെ സഖാക്കന്മാർ വലിയ ആവേശത്തിൽ ഊറ്റം കൊണ്ടിരുന്നു, ഇതാണ് തെറ്റ് ചെയ്താൽ അപ്പോൾ നടപടി, അതാണ് പിണറായി വിജയൻ സർക്കാർ എന്ന്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ സഖാക്കൾക്കൊരു അവസരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നില്ല? ശ്രീ അസ്കർ, അത് തന്നെയാണ് ചോദ്യം. നേരത്തെ സന്ദീപ് വാര്യർ ചോദിച്ചതും ഇപ്പോൾ ഈ KM ഷാജഹാൻ ചോദിച്ചതും ഉന്നയിച്ചതുമായ പ്രസക്തമായ കാര്യം അത് തന്നെയാണ്. പൊതുസമൂഹം ചോദിക്കുന്നത് തന്നെയാണ്. ചടയം ഗോവിന്ദന്റെ മകന്റെ കാര്യത്തിൽ നിങ്ങൾ ഊറ്റം കൊള്ളുന്നു, ശശീന്ദ്രൻ MLA-യുടെ കാര്യത്തിൽ ഊറ്റം കൊള്ളുന്നു. അങ്ങനെയൊക്കെ ഇരിക്കെയാണ്
പാർട്ടി സെക്രട്ടറിയുടെ മക്കളുടെ സുഖലോലുപതയും ആഡംബര ജീവിതവും, ലഹരി, സ്വർണ്ണക്കടത്ത്, മാഫിയ ബന്ധങ്ങളും ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി മറന്നീക്കി പുറത്തു വരുന്നത്. ഒടുവിൽ ഇത് ഒരു ക്യാബിനറ്റ് മന്ത്രി കൂടി ശ്രീ കെ എം ഷാജഹാന്റെ വാക്ക് കടമെടുത്താൽ തുണി തലയിലിട്ടാണ് അദ്ദേഹം പോയത്. അതിൽ പരം ഒരു നാണക്കേട് ഇനി കേരള ജനങ്ങൾക്കുണ്ടാവാനിടയില്ല. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജി ചോദിച്ചു മേടിക്കുന്നില്ല? ശ്രീ ഹസ്കർ, നോക്കൂ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് 3 കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വേട്ടയാടലുകൾ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇസ്ലാം മതഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നിർധനരായ പാവങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചതിൻ്റെ പേരിൽ ഒരു മന്ത്രിയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നടത്തുന്ന കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അത്തരം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഒരേ തൂവൽ പക്ഷികളായി കോൺഗ്രസും മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ എനിക്ക് അത്ഭുതമില്ല. കേരളത്തിലെ കോൺഗ്രസ് അത്തരം ഒരേ തൂവൽ പക്ഷികളായി മാറുന്നത്, BJPയുടെ തൂവൽ പക്ഷികളായി മാറുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ തിരുവോണ നാളിൽ മുഖ്യമന്ത്രി കൊടുത്തയച്ച പ്രസാദം പായസവും കഴിച്ച് നെടുവീർപ്പിട്ട് ജലീൽ പറഞ്ഞ ഇതല്ലല്ലോ. ഏത് അന്വേഷണം വരട്ടെ, നെഞ്ചു വിരിച്ച് ഞാൻ നേരിടാം, എന്റെ മടിയിൽ കനമില്ല. ഇപ്പോഴെന്താ ഈ വേട്ടയാടൽ നിലപാട്? അല്ല, നിശ്ചയമായി ഈ വേട്ടയാടൽ നിലപാട് എങ്ങനെ പുറത്തു വന്നു? ഇപ്പോൾ ഈ പുതിയ ന്യായീകരണം എങ്ങനെ വന്നു? അതാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കൂ, ED നടത്തുന്ന അന്വേഷണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ, നമുക്ക് അതിലേക്ക് അനുമാനങ്ങളിലേക്ക് എത്താൻ ഇപ്പോൾ ഒരു സാഹചര്യം നിലവിലില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ KT ജലീൽ ഏതെങ്കിലും തരത്തിൽ ഫെറ ലംഘിച്ചിട്ടുണ്ടെന്നുള്ളതിന്? അങ്ങനെ ഒരു തെളിവില്ല. ഒരു ബിലൗഡ് ആക്ട് ആണ് KT ജലീൽ നടത്തിയിട്ടുള്ളത്. അത് കോൺട്രിബ്യൂഷന്റെ പരിധിയിൽ വരുന്നതല്ല നിയമപരമായി ചിന്തിച്ചാൽ. അല്ലാതെ നോക്കൂ, നിങ്ങൾ നേരത്തെ കാർത്തിക് ചിദംബരത്തെയും റോബർട്ട് വദ്രയെയും ചോദ്യം ചെയ്തപ്പോൾ, ചിദംബരത്തെ ED ചോദ്യം ചെയ്തപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? അത് രാഷ്ട്രീയ പ്രേരിതം. ഇവിടെ എനിക്ക് ഇല്ലാത്ത കാര്യം, കേന്ദ്രം ഭരിക്കുന്നത് ഗുജറാത്തിലെ വംശഹത്യ നടത്തിയ 2 നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ്. ആ വംശഹത്യ നടത്തിയ നേതാക്കന്മാരെ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയുമായി അവരോധിക്കുന്നതിൽ യാതൊരു ഉളുപ്പുമില്ലാതിരുന്ന BJP അല്ലേ ഇപ്പോൾ പറയുന്നത് KT ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? ഇത് വലിച്ചിഴക്കപ്പെടേണ്ട രാഷ്ട്രീയമല്ല. അതിലൊരു മറുപടി സന്ദീപ് വാര്യർ, ഒരു നിമിഷം. ഈ വേട്ടയാടലും വംശഹത്യയും ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. സന്ദീപ് വാര്യർ, ഈ ഇടതുപക്ഷം ഇപ്പോ ഇതുപോലെ കുറെ വാടകയ്ക്ക് എടുത്ത സുഡാപ്പി നാവുകളുമായിട്ടാണ് സാംസ്കാരിക നായകന്മാരുമായിട്ടാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വേറൊരു അവതാരം ഉണ്ടായിരുന്നു. ഇപ്പതാ ഇനി കാണാൻ കഴിയുന്നില്ല, പുതിയൊരാള് പച്ചയായ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്നവരുടെ ന്യായീകരണങ്ങളുമായിട്ടാണ് വരുന്നത്. ഗുജറാത്തിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പലതവണ വിശദീകരിച്ചതാണ്. ഈ രാജ്യത്ത് ജനങ്ങൾ അവരെ അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഗുജറാത്തിലെ ആളുകളെ അതൊക്കെ ഒരു നിങ്ങൾക്ക് ഒന്നും പറഞ്ഞു നിൽക്കാനില്ലാതെ വരുമ്പോ ഗുജറാത്ത്, ഗർഭം, ശൂലം എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായിട്ട് വരുന്ന പരിപാടിയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാൻ ഇവിടെ ഒന്നുമില്ല. KT ജലീൽ ഇവിടെ പൂർണ്ണമായും എന്താ പറയുക, റിസീവിംഗ് എൻഡാണ്. അതല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രതിസ്ഥാനത്ത്, അതല്ലെങ്കിൽ ജനങ്ങൾ സംശയിക്കപ്പെടുന്ന ഒരു സ്ഥാനത്ത് നിൽക്കുകയാണ്. ഈ സമയത്ത് KT ജലീലിനെ സംരക്ഷിക്കുന്നത് ധാർമ്മികതയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ ഇപ്പോൾ പറയുന്നു ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണെന്ന് പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം ഇതുവരെ സ്വീകരിച്ച നിലപാടെന്താണ്? ഈ അന്വേഷണത്തിന് 100-ൽ 100 മാർക്ക് കൊടുത്ത ആരാണ്? മുഖ്യമന്ത്രിയല്ലേ. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണം തൃപ്തികരമാണ്, മാതൃകാപരമാണ് എന്നൊക്കെ സ്ഥിരമായി പറഞ്ഞിരുന്നത് നിങ്ങളല്ലേ. നോക്കൂ, ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനം TVയിലെ ഒരു മാധ്യമ പ്രവർത്തകനെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തപ്പോ BJP ഓഫീസിലേക്ക് മാറ്റി ചേർത്തുകയും BJP പ്രതികരിക്കണമെന്ന് പറയുകയും ചെയ്ത ആളുകൾ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ ഒരാളെ, ഒരു മന്ത്രിയെ ചോദ്യം ചെയ്തപ്പോ എന്താ നിങ്ങളെ നിലപാട് എന്താ ഇപ്പോ? അപ്പൊ അത് ഇത്തരം ചോദ്യം ചെയ്യലൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ നടക്കട്ടെ, അന്വേഷിക്കട്ടെ. അപ്പൊ ഇതെന്താ 2 നിലപാട്? നിങ്ങൾ ഏതെങ്കിലും ഒരു നിലപാട് നിൽക്കുക. BJP-യുമായി ബന്ധപ്പെട്ട ഒരാളെ പോലും ഇതിൽ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ ജനം TVയിലെ ഒരു മാധ്യമ പ്രവർത്തകനെ ചോദ്യം ചെയ്തപ്പോഴേക്കും അതിന് മറുപടി BJP പറയണമെന്നും പറഞ്ഞ് ഇവിടെ ചന്ദ്രഹാസം ഇളക്കിയവർ ഇപ്പൊ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഒരു അംഗത്തെ ചോദ്യം ചെയ്തപ്പോ നിങ്ങൾക്ക് ആ ചോദ്യം ചെയ്യൽ ഒരു വലിയ പ്രശ്നമേ അല്ലാതായി മാറുന്നത് എങ്ങനെയാണ്? അത് 2, ഇത് എങ്ങനെയാണ് ഗൂഢാലോചന എന്ന് പറയുക? ഇവിടെ അസ്കർ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ വാസ്തവത്തിൽ എന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഇതിൽ മതം ഒരു പരിചയാക്കി രക്ഷപ്പെടാൻ നോക്കിയാണ്. ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ വിതരണം ചെയ്തതിന് ഇതാ ഒരു മന്ത്രിയെ BJP ഗവൺമെന്റ് ഗുജറാത്തിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയവർ ഇവിടെ ക്രൂശിക്കാൻ പോകുന്നു. എന്താ ഇത്?
ഇവിടെ ഖുറാൻ വിതരണം ചെയ്യരുതെന്ന് ഈ രാജ്യത്ത് എവിടെയെങ്കിലും നിയമമുണ്ടോ? അല്ലെങ്കിൽ BJP സർക്കാർ അത് നിരോധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിൽ DC ബുക്സ് അടക്കം പ്രസിദ്ധീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് ഖുറാൻ. അത് ഇവിടെ നിന്ന് വാങ്ങി വിതരണം ചെയ്യുന്നതിൽ ഒരു തടസ്സവുമില്ല. പക്ഷേ മതഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കോടിക്കണക്കിന് ഇസ്ലാമിക വിശ്വാസികൾ പരിപാവനമായി കരുതുന്ന വിശുദ്ധ ഖുറാന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഖുറാൻ തന്നെ നിരോധിക്കുന്ന, ആ ഖുറാൻ തന്നെ തെറ്റാണെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കള്ളക്കടത്ത്, സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുമ്പോ, ആ സ്വർണ്ണ കള്ളക്കടത്ത് പിടികൂടുമ്പോ അത് എന്തിനാണ് നിങ്ങൾ അതിനെ മതം പരിചയാക്കി പ്രതിരോധിക്കുന്നത്? ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ഖുറാന്റെ തൂക്കവും അതല്ലെങ്കിൽ ഈ പറയുന്ന ബാഗേജിന്റെ തൂക്കവും തമ്മിൽ വ്യത്യാസം കണ്ടത് കൊണ്ടല്ലേ ഇപ്പൊ ചോദ്യം ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഒന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ എന്തുകൊണ്ടാണ് KT ജലീൽ പറയാതിരുന്നത്? എനിക്ക് EDയുടെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ നാളെ രാവിലെ ചോദ്യം ചെയ്യലിന് വിധേയനാകും. എന്തേ പറയാതിരുന്നത്? മാധ്യമങ്ങൾ, ജനം TV ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് മാത്രമല്ല ഇപ്പൊ ഈ നിമിഷം നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ KT ജലീൽ ഇത് മൂടി വെക്കില്ലേ? ഇന്ന് KT ജലീലിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തപ്പോ എന്തേ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു ഡിനയൽ മോഡിലുള്ളത്? മുഖ്യമന്ത്രി പറയട്ടെ, ഇന്ന് എന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ ED ചോദ്യം ചെയ്തു എന്ന് എന്തേ വൈകിട്ട് പത്രസമ്മേളനത്തിൽ പറയാതിരുന്നത്? എല്ലാ ദിവസവും വൈകിട്ട് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത് സ്ഥിരീകരിക്കാമായിരുന്നില്ലേ? ഇന്ന് KT ജലീൽ ചോദ്യം ചെയ്യലിന് വിധേയനായി. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ അല്ലേ ചോദ്യം ചെയ്തത്? അപ്പൊ മതം പരിചയാക്കി ഇതിനെ പ്രതിരോധിക്കാൻ നടക്കുന്നവർ വാസ്തവത്തിൽ CPM വിലക്കെടുത്ത നാവുകളാണ്. കുറെ SDPI മൈൻഡ് സെറ്റ് ഉള്ള, പോപ്പുലർ ഫ്രണ്ട് മൈൻഡ് സെറ്റ് ഉള്ള കുറെ ആളുകളെ CPM വിലക്കെടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഇപ്പൊ ഇരുന്ന് ഈ ന്യായമൊക്കെ ചമയ്ക്കുന്നത്. ഒന്ന്, രണ്ട്, KT ജലീലിനെയും അങ്ങനെ വാടകയ്ക്കെടുത്താണല്ലോ. നേരത്തെ രാജ്യം നിരോധിച്ച ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുണ്ട് എന്ന് കണ്ട് രാജ്യം നിരോധിച്ച സിമി എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയിൽ നിന്ന് പൊതുപ്രവർത്തനം തുടങ്ങിയ ആളാണ് KT ജലീൽ. അതൊക്കാര്യം KT ജലീൽ നിഷേധിക്കുന്നില്ല. അപ്പോ ഇത്തരം മതഭീകരവാദ സംഘടനകളിൽപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കി തീർത്ത് അദ്ദേഹം ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കുന്ന പിണറായി വിജയൻ ആരെയാണ് ഭയക്കുന്നത്? എന്തിനെയാണ് ഭയക്കുന്നത്? ഇവിടെ നേരത്തെ ഷാജാൻ സൂചിപ്പിച്ചതുപോലെ CPMന്റെ മന്ത്രിമാരായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ EP ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കിട്ടാത്ത ഒരു ഭാഗ്യം ഇവിടെ നാളെ CPMന്റെ അണികൾ ഏത് രീതിയിലുള്ള ക്യാപ്സ്യൂൾ ന്യായീകരണങ്ങളുമായിട്ടാണ് വരേണ്ടത്? നിങ്ങളിപ്പോ എന്ത് ക്യാപ്സ്യൂളാണ് കൊടുത്തയക്കാൻ പോകുന്നത്? KT ജലീലിനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് ക്യാപ്സ്യൂളാണ് നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത്? അതാണ് ചോദ്യം സന്ദീപ്, അതാണ് ചോദ്യം. ഒറ്റ നിമിഷം അസ്കർ, അതിന് മറുപടി വേണം. അതിനു മുമ്പ് ഒരു അഭിപ്രായം നിയാസിന് പറയാനുണ്ടാവും. നിയാസിന്റെ കോൺഗ്രസ് നേതാക്കളെ പരാമർശം കൂടി അസ്കർ നടത്തിയിട്ടുണ്ട്. ഒപ്പം നിയാസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, നല്ല ലളിതമായ അച്ചടി, ഗംഭീരമായ അച്ചടിയുള്ള ഖുറാൻ ഇവിടെ തന്നെയുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഒളിച്ചുകളി? ഇതൊന്നുമല്ല രസം. ഈ ഖുറാൻ കയറ്റി വെച്ച ലോറി അത് കുറേ ദൂരം മുന്നോട്ട് പോയി GPS ഒക്കെ ഉണ്ട്, പെട്ടെന്ന് അതിന്റെ GPS അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ഈ കാര്യം PT തോമസ് MLA സഭയിൽ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല. PM നിയാസ്, അതുകൂടി കേട്ട ശേഷം അസ്കറിലേക്ക് വരാം. PM നിയാസ്. അസ്കറിനോട് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ തന്നെ മയക്കുമരുന്നും അതിൽ രക്ഷപ്പെടാൻ എന്തിനും നിങ്ങൾ ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ നിങ്ങൾ ഉപയോഗിക്കണം? നിങ്ങൾക്ക് എന്തെല്ലാം മറ്റ് മാർഗങ്ങളുണ്ട്. നിങ്ങൾക്ക് മതം ഒരു കറുപ്പാണ്, വലിയ മനുഷ്യനെ മയക്കുന്ന കാര്യമാണ് മതം എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് വന്നപ്പോൾ അത് പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന് വിശുദ്ധ ഗ്രന്ഥം കൊടുക്കുന്ന ഒരു പാർട്ടിയായി നിങ്ങൾ മാറുന്നു. വർഗീയ കലാപത്തെ കൂട്ടുപിടിക്കുന്നത് നിങ്ങൾ വർഗീയ കലാപത്തെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങൾ ഇപ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത്. എനിക്ക് മതഗ്രന്ഥം കൊടുക്കുന്നതൊന്നും ഞങ്ങൾ ആരും എതിരല്ല. പക്ഷെ നിങ്ങൾ മതഗ്രന്ഥത്തിൻ്റെ പേര് പറഞ്ഞ് ഇപ്പോൾ ഏറ്റവും പർവ്വതീകരിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വർണ്ണക്കള്ളക്കടത്താണ്. ആ സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രതികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഞാൻ വ്യക്തമായി പറയാം, മതതീവ്രവാദം അത് ഏതറ്റം വരെയും നമ്മൾ തകർക്കപ്പെടണം. പക്ഷെ മതതീവ്രവാദം എന്നുള്ള രീതിയിൽ നിങ്ങൾ മുസ്ലിം സമുദായത്തെ പരിചയാക്കി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നടപടി തെറ്റാണ്. രണ്ട്, നിങ്ങളിവിടെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി പറയണം, കേരളത്തിലെ മന്ത്രിയോട് പറയണം, ഇതിൽ കൂടുതൽ നാണക്കേട് ഒരു മന്ത്രിസഭയ്ക്ക് വരാനില്ല. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ, കള്ളക്കടത്ത് കേസിൽ, തീവ്രവാദവുമായി ബന്ധപ്പെട്ട് സംശയിക്കപ്പെടുന്ന കേസിൽ ഒരു മന്ത്രിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുക
സാധാരണ ചോദ്യം ചെയ്യാറില്ല. ED ചോദ്യം ചെയ്യണമെങ്കിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റം ചെയ്തതെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ ED ചോദ്യം ചെയ്യാറുള്ളൂ. ചോദ്യം ചെയ്ത ആളുകളെല്ലാം ഒന്നിന് പിറകെ ഒന്നായി ഇപ്പം നമുക്കറിയാലോ, വിവിധ സിനിമാ നടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നു, പിന്നെ അറസ്റ്റ് ചെയ്തു, ആ രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് ആദ്യം അദ്ദേഹത്തെ രാജിവെക്കാൻ പറഞ്ഞിട്ട് വേണം മിസ്റ്റർ അസ്കർ നിങ്ങൾ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ. അന്വേഷണം വരട്ടെ. നമുക്കെല്ലാവർക്കും അറിയാലോ, നമ്മൾ ഹിന്ദു പുരാണങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അവിടെയൊക്കെ പറയുന്നത് എന്താ, രാജാവിനെ നമ്മളെ കുറിച്ച് പറയുമ്പോൾ ആ രാജാവ് സീസറിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ സീസറെ കുറിച്ചൊക്കെ പറയുന്നത് എന്താ, ആ നല്ല രാജഭരണത്തിൽ ആ ഒരു കുറ്റം വിമുക്തരാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അങ്ങനെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് മന്ത്രി തിരിച്ചെടുക്കണം. നിങ്ങൾ ജനാർദ്ദന്റെ കാര്യത്തിൽ അതല്ലേ ചെയ്തത്, എന്തുകൊണ്ട് ജലീലിന്റെ കാര്യത്തിൽ ചെയ്യുന്നില്ല? അപ്പൊ ഒരു സദ്യയിൽ തന്നെ രണ്ടു തരം വിളമ്പാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരേ മന്ത്രിസഭയിൽ തന്നെ മന്ത്രിമാരോട് രണ്ട് രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണ് ഇതിന്റെ കാരണം? പറയണം. ഇതൊന്ന് തിരിച്ചു ചിന്തിക്കാം. ഇപ്പോൾ പ്രതിപക്ഷത്ത് CPM ആണെന്ന് കരുതുക. ഇതേ ആരോപണം UDF മന്ത്രിസഭയിൽ ആർക്കെങ്കിലും ആണ് ഉയരുന്നതെങ്കിൽ കേരളം കത്തില്ലേ? 100%. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, KK രാമേന്ദ്രൻ മാസ്റ്റർക്കെതിരെ ഒരു ടെലിഫോൺ സംഭവം ഉണ്ടായപ്പോൾ പിറ്റേ ദിവസം രാജിവെക്കാൻ പറഞ്ഞു. കേരളത്തിലെ MP ഗംഗാധരൻ ഒരു അദ്ദേഹത്തിൻ്റെ മകളുടെ 18 വയസ്സ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചു എന്ന പരാതി ഉണ്ടായപ്പോൾ പിറ്റേ ദിവസം രാജിവെക്കാൻ പറഞ്ഞു. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ KP വിശ്വനാഥനെതിരെ ഒരു നിസ്സാര കാര്യം ഉണ്ടായപ്പോൾ KP വിശ്വനാഥനോട് രാജിവെക്കാൻ പറഞ്ഞു. അത് രാജിവെക്കുന്നതിന് മുമ്പ് തന്നെ കേരളം മുഴുവൻ കത്തുമായിരുന്നില്ലേ? കേരളത്തിലെ K കരുണാകരനെ എന്തിനേറെ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം അപ്പോസ്തലനായ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, ആ മാണിക്കെതിരെ നിങ്ങൾ കൊണ്ടുവന്നത് എന്തായിരുന്നു? ബാർക്കോഴയുടെ പേര് പറഞ്ഞുകൊണ്ട് മാണിയുടെ അദ്ദേഹത്തിന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ, ഭരണഘടനാപരമായ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ഏറ്റവും ശക്തമായ നെറികെട്ട ഒരു പ്രവർത്തനമല്ലേ നിങ്ങൾ കാണിച്ചത്? ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ പറയുന്ന നിയമസഭ അടിച്ച് പൊളിച്ച് തകർത്തു. ഈ വിഷയങ്ങളൊക്കെ അവിടെയുണ്ട്. ഞാൻ ചോദിക്കുന്നത് തന്നെയാണ് അസ്കർ, ഇവർ രണ്ടുപേരും ഒരു നിമിഷം PN നിവാസ്, ഒരു നിമിഷം. ഇവർ രണ്ടുപേരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, പ്രതിരോധത്തിലാകുമ്പോൾ ആരോപണങ്ങൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ അപ്പം എടുത്ത് പയറ്റേണ്ട ഒന്നാണോ മതവികാരം? അസ്കർ, നിങ്ങൾ കരുതുന്നത് പോലെ ഇത് മതവികാരത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാദമുഖങ്ങളല്ല. യഥാർത്ഥത്തിൽ വസ്തുതകളെ പരിശോധിക്കുമ്പോൾ, വസ്തുതകളായി നിലനിൽക്കുമ്പോൾ, വസ്തുതകളുടെ സത്യാവസ്ഥകൾ ബോധ്യപ്പെടുമ്പോൾ നിങ്ങൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന നടപടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ പറഞ്ഞ വസ്തുത ഒരു ബിലൗഡ് ആക്റ്റാണ് ജലീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിയമപരമായി പരിരക്ഷയുമുണ്ട്. കോൺട്രിബ്യൂഷൻ അല്ലാത്തിടത്തോളം കാലം അതിന് നിയമപരമായി പരിരക്ഷയുള്ള സാഹചര്യത്തിൽ ED വിളിച്ച് ചോദ്യം ചെയ്തത് 3 കാര്യങ്ങളിന്മേലാണ്. ഖുർആൻ വിതരണം ചെയ്തത് സംബന്ധിച്ചും, 2 നയതന്ത്ര ബാഗേജിൽ ഖുർആൻ വിതരണം ചെയ്തത് സംബന്ധിച്ചും, 3 റംസാൻ കിറ്റിനെ സംബന്ധിച്ചും, മറ്റൊന്ന് സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും പരിചയത്തെക്കുറിച്ചുമാണ്. ഈ പരിചയത്തെക്കുറിച്ച് നിങ്ങൾ കുറേ നാളുകളായി ശ്രീ KT ജലീലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ? ആദ്യം എന്താ KT ജലീലിനെ കുറിച്ച് പറഞ്ഞത്? സ്വപ്ന സുരേഷുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ കൃത്യമായി KT ജലീൽ തന്റെ വാട്സാപ്പ് സന്ദേശം പുറത്തുവിട്ടു. കോൺസുലേറ്റിൽ നിന്ന് കോൺസുലേറ്റ് ജനറൽ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്ന സുരേഷിനെ വിളിച്ചത്. ആ വിവരം പുറത്തു വന്നപ്പോൾ അത് നിങ്ങൾക്ക് വാർത്തയല്ലാതായി. ഇപ്പോൾ വീണ്ടും വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. ഈ വേട്ടയാടൽ രാഷ്ട്രീയ പ്രേരിതം ആണെന്ന് കാണാൻ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യമാകും. അല്ലാതെ ഇതിനെ മതപ്രീണനമായി ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് KT ജലീൽ നടത്തിയിട്ടുണ്ടെന്ന് IBയുടെ റിപ്പോർട്ടുണ്ട്. ഒരു പക്ഷേ ശ്രീ ഹസ്കർ ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ അത് കണ്ണിൽ കണ്ടിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇവിടെയുണ്ട്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ റംസാൻ കിറ്റ് വിതരണവും ഖുർആൻ ഇറക്കുമതി ചെയ്ത് അത് വിതരണം ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും ഇവിടെ ആരും നിരോധിച്ചിട്ടില്ല, വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷെ PM നിയാസ്, സന്ദീപ് വാര്യരൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിനൊരു മതത്തിൻ്റെ ഒരു മറ നൽകിക്കൊണ്ട് പച്ചയായി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന സാഹചര്യം. എന്നിട്ട് അത് പിടിക്കപ്പെട്ടപ്പോൾ എന്തിനാണ് മടിയിൽ കനമില്ലെന്ന് പറഞ്ഞ KT ജലീൽ ഇന്ന് മറഞ്ഞു നിന്ന് EDക്ക് മുമ്പാകെ പോയത്? അതൊരു പ്രസക്തമായ ചോദ്യമല്ലേ? ശ്രീ കെ എം ഷാജഹാൻ ഇന്ന് ഈ രീതിയിൽ പുതിയ ആരോപണമാണ്, വേട്ടയാടുകയാണ് എല്ലാവരും കൂടി. ശ്രീ KM ഷാജഹാൻ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്?
ശ്യാംബാബു, ഈ ഹക്സർ എന്ന് പറയുന്ന ആ വ്യക്തിയെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണാൻ പറ്റിയില്ല, ഇത്തവണ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, മണ്ടത്തരങ്ങൾ മാത്രമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു അഭിഭാഷകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഫെറ എന്നാണ് പറയുന്നത്. ഫെറ എന്ന് പറയുന്ന ഒരു നിയമം ഇപ്പോൾ ഇല്ല എന്നുള്ളത് അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടുകൂടി ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്നാണ് ഫെറ എൻ്റെ അർത്ഥം. ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഞാൻ നിയമവിദഗ്ധനൊന്നുമല്ല, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് ഫെറയല്ല, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ്, ഫെമ ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ആദ്യമായി ഒന്ന് മനസ്സിലാക്കും. അദ്ദേഹം 2 തവണ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതെന്തോ ഈ പറഞ്ഞ പോലെ ബിലവഡ് ആക്ട് ആണ്, ഒക്കെ അബദ്ധമാണ്. ഇതൊന്നും കൊണ്ടല്ല കെ ടി ജലീലിനെ വിളിച്ചിട്ടുള്ളത്. കെ ടി ജലീലിനോട് താങ്കൾ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളായിരുന്നുവെങ്കിൽ ഒരു മന്ത്രിയോട് കേന്ദ്രത്തിൽ നിന്ന് ബന്ധപ്പെട്ട വകുപ്പിന് ഫോണിൽ കൂടെ ചോദിച്ച് വിവരങ്ങൾ അറിഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ ഫോണിൽ കൂടെ ചോദിച്ച് വിവരങ്ങൾ അറിയാനുള്ള വിഷയമല്ല. അതിനേക്കാൾ അപകടകരമായിട്ടുള്ള, അതിനേക്കാൾ കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരു അന്വേഷണ ഏജൻസി ഒരു സംസ്ഥാന മന്ത്രിയെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുള്ളത്. ആ മന്ത്രിയെ രാവിലെ മുതൽ ഉച്ചവരെയാണ് ചോദ്യം ചെയ്തത്. അതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടറോ ആയിട്ടുള്ള എന്തോ ഒരു വലിയ ഉന്നത ഉദ്യോഗസ്ഥൻ വന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള വിവരങ്ങൾ അവരുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കാതെയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇത് പറയാൻ ബാധ്യതയുള്ള ഒരാളെന്നുള്ള നിലയിൽ നിങ്ങളുടെ ബാധ്യത നിർവഹിക്കുകയാണ് നിങ്ങൾ എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാനൊന്ന് പറയട്ടെ. ഇവിടെ ഖുറാന്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ സംസ്ഥാന മന്ത്രിയുടെ പേരിലുള്ളത്. അത് നേരത്തെ ശ്യാംബാബു പി.ടി. തോമസ് നിയമസഭയിൽ പറഞ്ഞതിനെ കുറിച്ചിട്ട് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ GPS അങ്ങ് നിന്നുപോയി. ഇത് ബാംഗ്ലൂരിലേക്ക് ഈ വണ്ടികൾ പോയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇതിന്റെ തൂക്കമെടുത്ത് കസ്റ്റംസ് നോക്കിയപ്പോൾ തൂക്കത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അതായത് വിളിച്ച് ചോദ്യം ചെയ്യുന്നതിന് ആസ്പദമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മന്ത്രിയെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഏത് അരിയാഹാരം കഴിക്കുന്നവനും, ഞാൻ ഹക്സർ പറഞ്ഞ് ഞാൻ തിരിച്ചു പറയുകയാണ്, ഏത് അരിയാഹാരം കഴിക്കുന്നവനും അത് ബോധ്യമാകും. പക്ഷേ ഹക്സറിന് അത് ബോധ്യമാവില്ല. കാരണം ഹക്സറിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ചുമതലയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിയെ വിളിച്ചിട്ട് എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്താലും അതിനെ അന്ധമായി വന്ന് താങ്ങാനുള്ള ബാധ്യത നിർവഹിക്കാൻ നിക്ഷിപ്തമായിട്ടുള്ള ചില പാവപ്പെട്ട ആളുകളുടെ പക്ഷത്താണ് ഞാൻ ഹക്സറിനെ കൂട്ടുന്നത്. ഹക്സറിന്റെ ബാധ്യത അതാണ്. അതുകൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് കണ്ണുള്ളവർക്ക് മുഴുവൻ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു കള്ളനെ പോലെ പതുങ്ങി തലയിൽ തുണിയിട്ട് അരൂര് വരെ ഔദ്യോഗിക വാഹനത്തിൽ പോയിട്ട് അവിടെ നിന്നൊരു സ്വകാര്യ വാഹനത്തിൽ, ഞാൻ പറഞ്ഞു എത്ര നാണം കെട്ട ഒരവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മന്ത്രി കള്ളനെ പോലെ ഒരു ഏജൻസിയുടെ മുമ്പിൽ പോയി കൈയോടെ നിൽക്കുകയല്ലേ ശ്യാംബാബു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ സന്ദീപ് വാര്യർ ചോദിച്ച പോലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അത് മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത്. എല്ലാവരും അത് മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ നേരത്തെ ഈ മന്ത്രിയുടെ ധാർമ്മികതയെക്കുറിച്ച് ചോദിച്ചു. ധാർമ്മികത തെല്ലെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മുഖ്യമന്ത്രി എന്നേ രാജിവെച്ച് പോകേണ്ടതായിരുന്നു. ധാർമ്മികത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ, ഉളുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിട്ടുള്ള ജലീലിനുണ്ടാകും എന്ന് പറയുന്നതിൽ എൻ്റെ ശ്യാംബാബു എന്തർത്ഥമാണുള്ളത്? 3 പ്രീമിയർ ഏജൻസികൾ തങ്ങളുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മാസങ്ങളായി അന്വേഷണം നടത്തിയിട്ടും ഉളുപ്പില്ലാതെ അവിടെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. അപ്പൊ ഇവർക്കൊന്നും ധാർമ്മികത തൊട്ട് ചിന്തിയിട്ടില്ലാത്ത ആളുകളാണ്. ഇവർക്കൊരു 6 മാസവും കൂടി എങ്ങനെയെങ്കിലും ഇരിക്കണം, അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകണം. അതിനു മുമ്പുള്ള പണികളാണ്, വെട്ടുമേനികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കടുംവെട്ടാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു 6 മാസവും കൂടി ഇങ്ങനെ തന്നെ ഇവർ ഇരിക്കും. എത്ര പ്രക്ഷോഭം ഉണ്ടായാലും ഇവർ പോവില്ല. ആ ഇരുന്നതിന് ശേഷം അവർ ഇറങ്ങിപ്പോകും. അതുവരെ കാത്തിരിക്കുകയല്ലാതെ പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വേറൊന്നും ചെയ്യാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ പ്രസക്തമായ നിരീക്ഷണമാണ്. വളരെ സജീവമായി ഈ വാർത്തയിലേക്ക്, ഈ ചർച്ചയിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.